ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇടുന്നത്. ദോശയാണ്, ദോശ. അതിന് 1 ഗ്ലാസ് ആട്ടമാവ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ആട്ടമാവ് നനയ്ക്കാനായിട്ട് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത്. വെള്ളം കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറയ്ക്കണം കേട്ടോ. ഇനി അതിലാവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ഇളക്കി വയ്ക്കാം. ഇതിപ്പോൾ എല്ലാ കട്ടയൊക്കെ തിന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സിയിൽ 1 മിനിറ്റ് അടിക്കുക. അപ്പം നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. അത് നമ്മൾ ദോശ കോരി ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോഴാണ് നമുക്ക് ഫ്ലഫി ആയിട്ടുള്ള ദോശ കിട്ടുന്നത്. ഇതിപ്പോൾ മറിച്ചിട്ടു. ഈ 1 ഗ്ലാസ് ഇതിന് 4 ദോശ കിട്ടും കേട്ടോ. 4-5 ദോശ കിട്ടും. അഞ്ച് ദോശയ്ക്ക് 3 മുട്ട മതിയാവും കേട്ടോ. ഞാനതിപ്പോൾ എല്ലാം കോരി ഒഴിച്ചത്. വെള്ള ബാക്കി ഉണ്ടായിരുന്നു, മഞ്ഞ കൊണ്ട് ഒഴിച്ചു. നമുക്ക് 2 മുട്ട എടുത്തിട്ട് ഉണ്ണി വേറെ വെള്ള വേറെ ആയിട്ട് എടുക്കണം കേട്ടോ. 2 മുട്ട എടുത്തിട്ടുള്ളൂ. ഉണ്ണി വേറെ വയ്ക്കുക, വെള്ള വലിയ പാത്രത്തിലിടാം. അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വെള്ളം നല്ലോണം പതപ്പിച്ച് അടിക്കുക. അതേപോലെ തന്നെ ഉണ്ണി പതഞ്ഞു വരില്ല, എന്നാലും നന്നായിട്ട് അടിക്കുക കേട്ടോ. 2 ഉപ്പിട്ടിട്ടുണ്ട്. ആദ്യം മഞ്ഞ കോരി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വെള്ളം അങ്ങനെ തന്നെ കോരി വയ്ക്കുന്നത്. ഇനി നമുക്ക് ഒരു ദോശ എടുത്തിട്ട് ആ ദോശയിലേക്ക് ഫില്ല് ചെയ്യാം ഈ മുട്ട വെച്ചിട്ട്. നല്ല പ്രോട്ടീൻ റിച്ചാണ്. ഇതെല്ലാം ആവശ്യത്തിന് പച്ചക്കറിയൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് വരും. അതാണ് ശരിക്കും. ചുവന്ന മുളക് പൊടി ഇടണ്ട, കുരുമുളക് ഇട്ടാൽ മതി. നമുക്കത് മടക്കിയിട്ട് ഈ വെള്ള ഭാഗം കൂടി വേവിച്ചെടുക്കാം. അതാ മറിച്ചിട്ട് അവിടെ വേവണ നേരം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് മഞ്ഞ ഒഴിച്ചിട്ട് അടുത്ത ചപ്പാത്തിക്ക് ഉള്ളത് ആക്കാം. ചപ്പാത്തി അല്ല കേട്ടോ, ദോശയാണ്. ഇപ്പോൾ വെള്ള കുറച്ച് ഒന്ന് താഴോട്ട് ഒന്ന് താഴ്ന്ന പോലെ. അപ്പോൾ ഒന്ന് കുറച്ച് നേരം അടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്ത് വയ്ക്കണം. ഫോർക്ക് കൊണ്ട് നന്നായിട്ട് അടിച്ചാലും മതി കേട്ടോ. ബീറ്റർ അല്ലെങ്കിൽ മുളക് പൊടിയല്ല ഇടേണ്ടത്, മുളകിൻ്റെ ഫ്ലേക്സാണ് ഇടേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഫ്ലേക്സ് ഇപ്പില്ല, ഞാൻ പൊടിക്കാൻ നിന്നില്ല. നേരം വയ്യ കാരണം കൊണ്ടായിട്ട് മുളക് പൊടി ഇട്ടത്. കുരുമുളക് ഇട്ടാലും മതിയായിരുന്നു. അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചപ്പാത്തി കൂട്ടി കഴിച്ചോളൂ. ഒരു സോസും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാണ് മുക്കി കഴിക്കാനായിട്ട്. ഇത് മറിച്ചിട്ടിട്ട് അതിനെ പകുതിയാക്കിയിട്ട് ഈ വെള്ളവശം കൂടി നമുക്ക് വേവിക്കണം. അതിനെ മറിച്ചിടാം നമുക്ക്. നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പോരായ്മകളുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ഞാൻ പുതിയ ഐഡിയാസൊക്കെ ഇടാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടല്ലോ എൻ്റെ ചാനൽ. ഓക്കെ, താങ്ക് യു.